38 വർഷങ്ങൾക്ക് ശേഷമാണ് കമൽഹാസനും മണിരത്നവും ഒന്നിച്ചത്. താരങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തുകയാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത്. കമൽഹാസനും മണിരത്നവും ഒരുമിച്ച് രചന നിർവഹിച്ച ഈ സിനിമയുടെ നിർമ്മാണവും ഇരുവരും ചേർന്നുതന്നെയാണ്. അതുകൊണ്ടുതന്നെ ഇരുവരും പ്രതിഫലമായി ഒന്നും കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ സിനിമയിലെ മറ്റൊരു നായകനായ ചിമ്പുവിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകിയത്. 40 കോടി രൂപയാണ് ചിമ്പുവിന്റെ പ്രതിഫലമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തന്റെ കരിയറിലെ ഏറ്റവും വലിയ തുകയാണ് ചിമ്പുവിന് ലഭിച്ചിരിക്കുന്നതും. ചിത്രത്തിൽ അമരൻ എന്ന പ്രധാന കഥാപാത്രമായാണ് ചിമ്പു എത്തിയത്. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നായികയായ തൃഷാകൃഷ്ണനാണ് തൊട്ടുതാഴെ. തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഫലമാണ് തൃഷയും വാങ്ങിയെടുത്തത്. 12 കോടി രൂപയാണ് ഇന്ദ്രാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തൃഷയ്ക്ക് ലഭിച്ചത്. തൊട്ടുമുമ്പിറങ്ങിയ അജിത് കുമാർ നായകനായ ഗുഡ്ബാഡ് അഗ്ലിയിൽ അഭിനയിക്കാൻ തൃഷ കൈപ്പറ്റിയത് വെറും 4 കോടി രൂപ മാത്രമായിരുന്നു. മലയാളത്തിൽ നിന്നുള്ള ജോജുവിന് 1 കോടിയും അഭിരാമിക്ക് 50 ലക്ഷവുമാണ് ലഭിച്ചതെന്നാണ് സൂചനകൾ. പടം വമ്പൻ വിജയമായാൽ നിർമ്മാതാക്കളായ മണിരത്നവും കമൽഹാസനും കോടികൾ തന്നെയാകും സ്വന്തമാക്കുന്നതും. ഏതാണ്ട് 300 കോടിയിലധികം ചെലവഴിച്ചാണ് സിനിമ നിർമ്മിച്ചതെന്നാണ് കമൽഹാസൻ തന്നെ വെളിപ്പെടുത്തിയത്. ഇത് തിരികെ പിടിക്കുമെന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം സൂചിപ്പിക്കുന്നതും. ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.